ഉമ്മൻചാണ്ടിയെ പരോക്ഷമായി വിമർശിച്ച് കോൺഗ്രസിന്റെ മുഖപത്രം വീക്ഷണം രംഗത്ത് വന്നിരിക്കുന്നു. വീക്ഷണത്തിന്റെ ഒളിയമ്പ് കരുണാകരനുമായി താരതമ്യം ചെയ്തുകൊണ്ട് കരുണാകരനെ ധിക്കരിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും ധൈര്യപ്പെട്ടില്ല. സമുദായ ശക്തികളുടെ കാലിൽ തൊട്ടുള്ള വിധേയത്വം കരുണാകരന് ഉണ്ടായിരുന്നില്ലെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് വീക്ഷണം മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു. കത്ത് വിവാദം കൊഴുക്കുന്നതിനിടെയാണ് ഉമ്മൻചാണ്ടിയെ ഓർമ്മപ്പെടുത്തി ഉമ്മൻചാണ്ടിക്ക് നേരെ ശരങ്ങൾ എയ്തുകൊണ്ടുള്ള മുഖപ്രസംഗം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മോടൊപ്പം മാധ്യമപ്രവർത്തകൻ RS ബാബു, ഒപ്പം കോൺഗ്രസിലെ വളരെ പരിണിതനായ നേതാവ് KPCCയുടെ വൈസ് പ്രസിഡന്റ് നമ്മോടൊപ്പം പീതാംബരക്കുറുപ്പ് ചേരുന്നു. ഒപ്പം തന്നെ രാമചന്ദ്രൻ നായർ, മുൻ ചീഫ് സെക്രട്ടറി, ഒപ്പം S സജീവനും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം സജീവനിലേക്ക് എത്തുന്നതിന് മുൻപ് രാമചന്ദ്രൻ നായർ നമ്മോടൊപ്പം ചേരുന്നു തത്സമയം. രാമചന്ദ്രൻ നായർ, ഒരുപക്ഷെ കരുണാകരൻ്റെ ചരമവാർഷികം ആണ് നാളെ. ഇന്നിപ്പോൾ ഈ ഒരു വളരെ പ്രസക്തമായി തന്നെ ഇത് ചർച്ചയ്ക്ക് ഈ വിഷയം എടുക്കുന്നത് കോൺഗ്രസിൻ്റെ മുഖപത്രം വീക്ഷണം തന്നെ കരുണാകരൻ്റെ വീരചരിതങ്ങളെ ഓർമ്മപ്പെടുത്തി ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒരുപക്ഷെ കരുണാകരൻ്റെ വിടവ് ഇന്നും നികന്നിട്ടില്ല, വലിയ അർത്ഥത്തിൽ നിലനിൽക്കുന്നു. ഇന്ന് ഭരിക്കുന്നത് UDF സർക്കാരാണ്. ഒട്ടേറെ വിവാദങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കാണോ പോകുന്നത്? ഒരുപക്ഷെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളോടും ഭരണ ഘടകകക്ഷി നേതാക്കളോടടക്കം ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ ലീഡർ എടുത്തിരുന്ന ഒരു നിലപാടുണ്ട്. താങ്കളടക്കം അത് വ്യക്തമായി താങ്കൾക്ക് ബോധ്യപ്പെട്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. കാലിക പ്രസക്തി ഉണ്ടോ അത്തരം ഘടകങ്ങൾക്ക്? തീർച്ചയായിട്ടും ഓരോ മുഖ്യമന്ത്രിയുടെയും ശൈലി വ്യത്യസ്തമായിരുന്നു. പട്ടംതാണുള്ള സാറ്, C അച്യുതമേനോൻ, EK നായനാർ, K കരുണാകരൻ, ഇവരുടെയൊക്കെ കാലത്ത് ഈ വീക്ഷണം പറഞ്ഞത് വളരെ ശരിയാണ്. ഇവരിൽ ആരിയ്ക്കുമ്പോഴും ഒരു ഉദ്യോഗസ്ഥനും ഇന്ന് IG ജേക്കബ് തോമസ് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ ധൈര്യപ്പെടുകയായിരുന്നു. അഥവാ പറഞ്ഞാൽ ഒരു തവണയേ പറയൂ, പിന്നെ പറയില്ല. C അച്യുതമേനോനൊക്കെ IG-മാരെയും മറ്റുള്ളവരെയും കൈകാര്യം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി വളരെ സോഫ്റ്റാണ്, വളരെ മൈൽഡാണ്. അദ്ദേഹം സോഫ്റ്റ് ആൻഡ് മൈൽഡ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മേൽ കുതിര കയറാം എന്നുള്ള തോന്നൽ IG-മാർക്കൊക്കെ ഉണ്ടാകുന്നത്. ആ സ്ഥാനത്ത് EK നായനാരോ K കരുണാകരനാണെങ്കിൽ ഒരു തവണ പറഞ്ഞാൽ പിന്നെ പറയില്ല. പട്ടംതാണുള്ള സാറാണെങ്കിൽ ഒരു തവണ പോലും പറയാൻ പറ്റില്ല. അത് ഉമ്മൻചാണ്ടിയുടെ ശൈലിയല്ല എന്നുള്ളതേ ഉള്ളൂ. വീക്ഷണം പറഞ്ഞതുപോലെയുള്ള ഒരു താരതമ്യം ആവശ്യമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഓരോരുത്തർക്ക് അവരവരുടേതായ ഒരു ശൈലിയുണ്ട്. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിനെ ആരെങ്കിലും വിമർശിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിനെ അങ്ങ് തള്ളിക്കളയുക, വേണമെങ്കിൽ അതൊന്ന് ചിരിക്കും, അയാൾ പറയട്ടെ എന്ന് പറയും. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. ഒരുപക്ഷെ ഉദ്യോഗസ്ഥർ പോലും ശ്രീരാമചന്ദ്രൻ നായർ, ഒരുപക്ഷെ ഇപ്പോൾ കാലിക പ്രാധാന്യം വരുന്നത് ഉദ്യോഗസ്ഥർ പോലും, കാരണം ഇവിടെ വിജിലൻസിന്റെ തലപ്പത്ത് ഇരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അതിനുശേഷം അദ്ദേഹം മറ്റൊരു വകുപ്പിലേക്ക് മാറുന്നു. ജേക്കബ് തോമസിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ സീമകൾ അടക്കം ലംഘിച്ചുകൊണ്ട് സർക്കാരിനെതിരെ നിലപാടുമായി വരുന്നു. മാത്രവുമല്ല, പല ഉദ്യോഗസ്ഥലത്തിൽ IPSകാരും IASകാരും പ്രത്യേകം യോഗം ചേർന്ന് സർക്കാരിനെതിരെ പ്രമേയം പാസ്സാക്കുന്ന ഒരു ഘട്ടത്തിലേക്കടക്കം പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഓർമ്മപ്പെടുത്തൽ, കരുണാകരൻ എടുത്ത നിലപാട് സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തൽ വളരെ സ്പഷ്ടമായി വരുന്നത്. അതുകൊണ്ട് തന്നെ താങ്കളുടെ കാഴ്ചപ്പാടിൽ കരുണാകരൻ എന്ന കരുണാകരൻ എന്ന വ്യക്തി ഇത്തരം ഘടകങ്ങളോട്, ഇത്തരം ഒരുപക്ഷെ വലിയ വിമർശനങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും സ്വതസിദ്ധമായ ശൈലിയിൽ കാര്യങ്ങളെ അദ്ദേഹം പരിമിതപ്പെടുത്തുകയും തുലനാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു സാഹചര്യങ്ങളെ താങ്കൾ എങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു, വിലയിരുത്തപ്പെടുന്നു? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മുഖ്യമന്ത്രിമാരിലെ ചിലരൊക്കെ വളരെ ചൈതന്യമുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിരുന്നു. EMS നമ്പൂതിരിപ്പാട്, പട്ടംതാണുള്ള, C അച്യുതമേനോൻ, K കരുണാകരൻ, EK നായനാർ, അവരുടെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് സാധാരണക്കാരിൽ നിന്ന് വളരെ ഉയർന്നു നിന്നവരാണ്. അപ്പോൾ അവരോട് പെരുമാറുമ്പോൾ, അവരെപ്പറ്റി സംസാരിക്കുമ്പോൾ ഈ IG ജേക്കബ് തോമസ് പറഞ്ഞ പോലെ ഒരു വാക്ക് പറയാൻ ഒരു ഉദ്യോഗസ്ഥനും ധൈര്യപ്പെടുമായിരുന്നില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി അത് വളരെ ഒരു സോഫ്റ്റായിട്ട് ഇതൊക്കെ എടുക്കുന്നത് കൊണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല, അദ്ദേഹം അതിനെ ചുറ്റിക്കാനും പോകുന്നില്ല, ഉപദ്രവിക്കാനും പോകുന്നില്ല എന്നൊരു തോന്നൽ കൊണ്ടാണ്. K കരുണാകരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. തീർച്ചയായും വളരെ
ശ്രദ്ധേയമായൊരു വ്യക്തിത്വമുള്ള ആളായിരുന്നു. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് മുൻപിൽ ഞാൻ പല വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമ്മൾ കാര്യം പറഞ്ഞ് തീർന്നാൽ ഇനി എന്ത് ചെയ്യണമെന്ന് അപ്പോൾ അദ്ദേഹം പറയും. പെട്ടെന്നാണ് തീരുമാനം എടുക്കുന്നത്. അത് ഇന്ന പോലെ ചെയ്തോളൂ എന്ന് പറയും. നമ്മളങ്ങനെ ചെയ്തിരുന്നാൽ 99% വളരെ കൃത്യമായ തീരുമാനമായിരിക്കുകയും ചെയ്യും. യെസ്, വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ നമ്മോടൊപ്പം പീതാംബരക്കുറുപ്പ് ഒരുപക്ഷെ കെ കരുണാകരനോട് ഏറ്റവും കൂടുതൽ വിശ്വാസ്യത പുലർത്തി കരുണാകരനെ പിന്നിൽ നിന്ന് കുത്തി പലരും മുന്നോട്ട് രാഷ്ട്രീയ ലാഭങ്ങളിലേക്ക് പോയപ്പോഴും ഒരുപക്ഷെ വളരെ വിശ്വാസ്യത പുലർത്തി നിന്ന പരിണതപ്രജ്ഞനായ കോൺഗ്രസിൻ്റെ നേതാവ്, KPCCയുടെ വൈസ് പ്രസിഡന്റ്, ഒപ്പം തന്നെ മുൻ MP കൂടിയായ ശ്രീ പീതാംബരക്കുറുപ്പ്, ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ പീതാംബരക്കുറുപ്പ്, ഒരുപക്ഷെ ഇന്ന് താങ്കളിലേക്ക് കൂടുതൽ ശ്രദ്ധ ക്ഷണിക്കപ്പെടേണ്ടി വരുന്നത് കരുണാകരൻ്റെ ഓർമ്മ ദിവസമാണ് നാളെ. മാത്രവുമല്ല, അതിന് മുന്നോടിയായി ഇന്ന് അതിലും വലിയ രീതിയിൽ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് ഒരുപക്ഷെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചുകൊണ്ട് മുഖപ്രസംഗം വീക്ഷണത്തിന് തന്നെ വന്നിരിക്കുന്നു. ഒരുപക്ഷെ വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗം തന്നെ ഞാൻ ഇന്ന് ഒരു വരി വായിച്ചാൽ, കെ കരുണാകരൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വാക്ക് ഉച്ചരിക്കുകയോ ആത്മകഥം കൊള്ളുകയോ ചെയ്യാത്ത ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഉണ്ടാകില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നു. അത്രത്തോളം വലിയ ഒരു രാഷ്ട്രീയ സദാചാര മൂല്യമൊക്കെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണോ ഇപ്പോൾ? കെ കരുണാകരൻ്റെ വിടവ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. കരുണാകരനെ ആദരപൂർവ്വം അനുസ്മരിക്കാൻ കേരളീയ സമൂഹം ബാധ്യസ്ഥമായിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ആ എഡിറ്റോറിയൽ. പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരമായി പ്രായശ്ചിത്തം എന്ന ഒരു സംസ്കാരം നമ്മുടെ രീതിയിലും ജീവിതത്തിലും ഒരു സമൂഹം പുലർത്തിപ്പോരുന്നു. അങ്ങനെയെങ്കിൽ ഇത്തരം ഒരു എഴുത്ത് അനിവാര്യമായിരുന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. സംഭവിക്കേണ്ടത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കരുണാകരനെ പറ്റി വളരെയേറെ പറയാൻ കഴിയുന്ന വളരെ മഹത്വമാർന്ന ഒരു വ്യക്തിയാണ് ശ്രീ രാമചന്ദ്രൻ സാർ. അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു ഞാൻ കേൾക്കുകയായിരുന്നു. കെ കരുണാകരൻ്റെ കുറവ്, അതായത് കരുണാകരൻ എന്ത് എന്ന് കോൺഗ്രസ് പലപ്പോഴും തിരിച്ചറിഞ്ഞില്ല. കരുണാകരനെ നിരന്തരമായി ആക്രമിക്കുന്നതും അദ്ദേഹത്തിൻ്റെ നേരെ ആക്രോശിക്കുന്നതുമാണ് വിപ്ലവത്തിൻ്റെ ഭാഗമായി വികസിപ്പിച്ചെടുക്കാവുന്ന ഒരു സത്ത എന്ന് പലരും ധരിച്ചിരുന്നു. ഞാനൊരു റെഫറൻസ് പറയാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനത്തോടെ. 1967 കേരള നിയമസഭയിൽ ഈ പ്രതിപക്ഷം എന്ന ഒരു ശക്തി ഇല്ലാതെയാക്കിക്കൊണ്ട് 9 പേര് ജയിച്ചു വരുമ്പോൾ പ്രതിപക്ഷമാകില്ല. പ്രതിപക്ഷമാകണമെങ്കിൽ അന്നത്തെ സ്ട്രെങ്ത് വെച്ച് 13 പേര് വേണം. അന്ന് പ്രതിപക്ഷത്തെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് ആദരണീയനായ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള ഇടത് ജനാധിപത്യ മുന്നണി വിജയം വരിച്ച് ആ മന്ത്രിസഭ അധികാരമേറ്റ ശേഷം പുത്തരിക്കണ്ടത്തല്ല ഗാന്ധി പാർക്കിൽ ഒരു വൻപിച്ച സമ്മേളനം നടന്നു ഇടതുമുന്നണിയുടെ. അന്ന് തിരുവനന്തപുരത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. പക്ഷേ വളരെ അകലെ മാറി നിന്ന് വലിയ സമ്മേളനങ്ങൾ ശ്രദ്ധിക്കുന്നത് എൻ്റെ ഒരു രീതിയായിരുന്നു. ചില ആളുകളൊക്കെ വിജയത്തിൻ്റെ ആ തിമിർപ്പിൽ കോൺഗ്രസിനെയും കെ കരുണാകരനെയും ഒക്കെ വല്ലാതെ ആക്രോശിച്ചുകൊണ്ട് സംസാരിച്ച ഒരു യോഗമാണ് അത്. പക്ഷേ ഇടയ്ക്ക് ഇടപെട്ടുകൊണ്ട് ആദരണീയനായ ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞൊരു വാചകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ആഹ്ലാദത്തിൻ്റെ തിമിർപ്പിൽ നമ്മൾ ഒരു കാര്യം ഓർക്കുക, കെ കരുണാകരൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യം നാം മറക്കരുത് എന്ന് അണികളെ മധുരമായി ആധികാരികമായി അങ്ങനെ അത്ര ഔന്നത്യത്തിൽ താങ്കൾ അവകാശപ്പെടുന്ന രീതിയിൽ നിന്ന ഒരു നേതാവ്, ആ നേതാവിൻ്റെ ഒരു പക്ഷേ അദ്ദേഹം താങ്കൾ പറഞ്ഞതുപോലെ ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശിക്കപ്പെട്ട ഘടകങ്ങളും ഘട്ടങ്ങളും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അതുപോലെ ആ ഘട്ടങ്ങളിലൂടെ ഇന്നത്തെ സമകാലിക രാഷ്ട്രീയവുമായി ചേർത്ത് വയ്ക്കുമ്പോൾ സഞ്ചരിച്ചിട്ട് പോയിട്ടും അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തിയവരൊക്കെ ആ അതേ അവസ്ഥയിലൂടെ പോയിട്ടും അതിൻ്റെ സദാചാര മൂല്യമോ അല്ലെങ്കിൽ സദാചാര ബോധമോ ഒന്നും ഒരു വില നൽകുന്നില്ല എന്ന തരത്തിലേക്ക് പോകുന്നത് ഒരു പക്ഷേ വലിയ വൈരുദ്ധ്യമല്ലേ? ഞാൻ അങ്ങനെ ആരെങ്കിലും ഒരു പരാമർശിക്കാൻ ഞാൻ വാസ്തവത്തിൽ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കരുണാകരൻ ചെയ്ത കാര്യങ്ങൾ, നടപ്പിലാക്കിയ കാര്യങ്ങൾ, നാടിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ, എല്ലാവരോടും പെരുമാറിയ സമീപനം, അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കരുണാകരനെ പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം ദുരിതങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. കുത്തി. പക്ഷേ അത് എങ്കിൽ പോലും
കരുണാകരൻ തിരിച്ച് അതേ ടോണിൽ ആരെയും ആക്രമിച്ചിട്ടില്ല. യെസ്, ഞാൻ അതിന്റെ രാഷ്ട്രീയ ഒരു പക്ഷേ പ്രസക്തി ഒരു പക്ഷേ ആർ എസ് ബാബു താങ്കളിലേക്ക് വരുമ്പോൾ, കാരണം ഇനി കാര്യങ്ങളെ ഡയറക്റ്റ് സ്പഷ്ടമായ കാര്യങ്ങളെ, കാരണം കരുണാകരൻ്റെ സ്മരണയോ അല്ല അതിനപ്പുറത്തേക്ക് വിഷയങ്ങൾ മാറിയിരിക്കുന്നു. ഒരു പക്ഷേ ഇന്ന് ഈ എഡിറ്റോറിയൽ വായിച്ചാൽ ഉമ്മൻചാണ്ടിക്ക് പരോക്ഷമായി കാര്യങ്ങളെ കുത്തുന്നു. കാരണം അഴിമതിയുടെ വിഷയം പരാമർശിക്കുന്നു, അഴിമതിയോട് ഏത് രീതിയിലാണ് ഇന്നത്തെ സർക്കാർ എടുത്ത നിലപാടുകൾ, അവിടെ ന്യൂനപക്ഷ പ്രീണനം അല്ലെങ്കിൽ ആ തരത്തിലേക്ക് സാമുദായിക സന്തുലിതാവസ്ഥ ഇല്ലാതെ പോകുന്ന ഒരു ഘട്ടത്തിൽ അത് ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല പല കാര്യങ്ങളെയും എടുത്തു വെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് നേരെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ കുത്ത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്? ഇത് വളരെ ശരിയാണ്. കാരണം ഇത് ലീഡറുടെ സ്മരണ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അതിനോടൊപ്പം വീക്ഷണം നൽകിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഭരണത്തിൻ്റെ കെടുതികൾക്കെതിരായിട്ട് പിടിച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണ് ഈ മുഖപ്രസംഗം. ഭരണരാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിചാര വിപ്ലവം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഈ എഡിറ്റോറിയലിന്. വീക്ഷണത്തിൻ്റെ എല്ലാ നിലപാടുകളോടും യോജിപ്പുണ്ടാവില്ല, പക്ഷേ ഇക്കാര്യത്തിൽ വീക്ഷണം ഉയർത്തിപ്പിടിക്കുന്ന പല കാര്യങ്ങളും വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ട് ആൾക്കാരുടെ കണ്ണ് തുറക്കേണ്ടുന്ന കാര്യമാണ്. ഒരു കാര്യം അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്: ഒരു സമുദായത്തെ പ്രീണിപ്പിച്ച് മറ്റ് സമുദായങ്ങളെ അവഗണിക്കുക, അത്തരം സമ്പ്രദായങ്ങൾ ഒന്നും ലീഡർ സ്വീകരിച്ചിരുന്നില്ല. ശരിയാണ്. ശ്രീ കെ കരുണാകരനുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെടാനും അദ്ദേഹത്തിൻ്റെ രീതികൾ മനസ്സിലാക്കാനുമെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം. ഒരിക്കൽ പോലും ഭരണാധികാരിയായിരുന്ന ഘട്ടത്തിൽ ഒരു സമുദായ നേതാവിൻ്റെയും ഒരു SNDP യോഗം നേതാവിൻ്റെയും വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ വീടുകൾ കയറി ഇറങ്ങിയിരുന്നില്ല. അദ്ദേഹം ടെലഫോൺ ചെയ്ത് സന്ദേശം അയച്ച് ഇവരെയെല്ലാം തൻ്റെ സമക്ഷത്തിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നേരത്തെ രാമേന്ദ്ര സാറ് പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ ശൈലി. ഈ ശൈലിയുടെ ഒരു പ്രത്യേകതയായിട്ട് യഥാർത്ഥത്തിൽ എല്ലാ തലങ്ങളിലും വർഗീയതയെ കുടിയിരുത്തി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ ഉമ്മൻചാണ്ടി ഭരണം എന്ന് പറയുന്നത് തന്നെ വർഗീയതയുടെ ഒരു കൂട്ടുകക്ഷി സർക്കാരായിട്ട് ഈ സർക്കാരിനെ മാറ്റി എന്നുള്ളതാണ്. അതായത് വീക്ഷണത്തിന് ഓർമ്മപ്പെടുത്തേണ്ടി വരികയാണ്. ഒരു വീക്ഷണം എന്നതിനേക്കാൾ ഉപരി ഐ ഗ്രൂപ്പ് ഒരുപക്ഷെ ഇതിൻ്റെ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിലേക്ക് വന്നാൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഐ ഗ്രൂപ്പിൻ്റെ വ്യക്തമായ വീക്ഷണങ്ങളിലൂടെയൊക്കെ തന്നെ ചരടുവലികളിലൂടെ പോകുന്ന ഒരു പക്ഷേ AC ജോസിനെ മാറ്റി നിർത്തിയാൽ അവിടെ എന്തായാലും മറ്റൊരടവിലേക്ക്, കാരണം കരുണാകരൻ എന്ന വ്യക്തിയിലൂടെ വീണ്ടും അവസാനത്തെ അടവിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? ആ ഒരു തന്ത്രപരമായ ഒരു നിലപാടാണോ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? അതിലേക്ക് രാഷ്ട്രീയ പിന്നാമ്പുറത്തിലേക്ക് വന്നു. തീർച്ചയായിട്ടും നേതൃമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശങ്കുലിയാണ് യഥാർത്ഥത്തിൽ ഈ എഡിറ്റോറിയൽ. അതിനകത്ത് പറയുന്നത് ഉമ്മൻചാണ്ടി കൊള്ളില്ല, ഉമ്മൻചാണ്ടിയുടെ ഭരണം കൊള്ളില്ല, കോൺഗ്രസ്സുകാർക്ക് പോലും ഞാൻ സൂചിപ്പിക്കുന്നത് കത്തിൽ ചെന്നിത്തലയുടെ വിവാദമായ കത്തിലെ പരാമർശങ്ങളെ കൂടുതൽ മിനുക്കിയെടുത്ത് കൂടുതൽ സ്പഷ്ടമായ കാര്യങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. യാഥാർത്ഥ്യബോധത്തോടുള്ളൊരു വിലയിരുത്തലാണത്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ കെടുതികൾ ഏതൊക്കെ നിലയിൽ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ കേൾക്കില്ല, ഈ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭരണാധികാരികൾ തെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഭരണാധികാരികളെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഉദ്യോഗസ്ഥന്മാർ മാറേണ്ടതായിട്ട് വരുന്നത്. ഒരു പുതിയ സാമൂഹ്യ ബോധം ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ജേക്കബ് തോമസിനെതിരായിട്ട് വീക്ഷണം തന്നെ യഥാർത്ഥത്തിൽ മുഖപ്രസംഗം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ മുഖപ്രസംഗം തെറ്റായിരുന്നു എന്നുള്ളത് അസംബ്ലിയിൽ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും നൽകിയിട്ടുള്ള മറുപടിയിൽ തന്നെ ആ കാര്യങ്ങൾ വളരെ സ്പഷ്ടമായി. ഇത് തീർച്ചയായും ശ്രീ പീതാംബരക്കുറുപ്പ് ഒരിക്കൽ കൂടി വന്ന ഒരുപക്ഷെ മന്ത്രിസഭയിലെ സഹപ്രവർത്തകർ പോലും അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് അപ്പുറത്തേക്ക് ആ ലക്ഷ്മണ രേഖ ലംഘിച്ചുകൊണ്ട് പോയാൽ അവിടെ കടിഞ്ഞാണിട്ടുകൊണ്ട് കാര്യങ്ങളെ സ്പഷ്ടമാക്കി കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഒരുപക്ഷെ കെ കരുണാകരൻ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ സംഭവവികാസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ കരുണാകരൻ്റെ ആ ഒരു ഇടപെടൽ എത്രത്തോളം പ്രസക്തമായിരുന്നു? അനുഭവ സമ്പത്ത് കൊണ്ട് ധന്യമായിരുന്നു കരുണാകരൻ്റെ മനസ്സ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ചോർന്നു പോകാതെ നേരിടാനുള്ള വിപത്തി ധൈര്യത്തോടെ നേരിടാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ഭരണാധികാരിക്ക് ഇപ്പോൾ വേണ്ടത് വിശദീകരിക്കാനാകാത്ത നിരവധി വ്യത്യസ്ത ഗുണങ്ങളാണ്. അതായത് സ്വന്തം മന്ത്രിസഭയിലെ ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്ത് സീമ ലംഘിച്ച് ലക്ഷ്മണരേഖയ്ക്ക് അപ്പുറത്തേക്ക് പോയാൽ
ഇടപെട്ടുകൊണ്ട് തടയിടുമായിരുന്നു. അതിശക്തമായി കെ കരുണാകരൻ ഇടപെടുമായിരുന്നു. അത് ബാബുജി പോലുള്ള പത്രക്കാർക്ക് അറിയാം. ഇവരൊക്കെ വളരെ കൂടുതൽ അദ്ദേഹവുമായി അടുത്ത ആൾക്കാരാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. കെ കരുണാകരന് എന്താണ് ചെയ്യേണ്ടത് എന്ന തീരുമാനമെടുക്കാൻ നിമിഷാർത്ഥം മതിയായിരുന്നു. എന്തുകൊണ്ട് ആ ഒരു ഇടപെടൽ ഒപ്പം പ്രവർത്തിച്ചിട്ട് ഉമ്മൻചാണ്ടിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അതൊരു വൈരുദ്ധ്യാത്മകമായ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരുന്നു? അത് വ്യത്യസ്തമാണ് വ്യക്തിത്വം. അത് വിഭിന്ന വ്യക്തികളിൽ വിഭിന്നമായ റേഞ്ചിലാണ് ആ കാര്യങ്ങൾ ഉള്ളത്. കാരണം ഒരിക്കലും ഒരാളിന് മറ്റൊരാളാകാൻ സാധിക്കുകയില്ല. അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഐക്യമുന്നണിയെ പോലെ UDF പോലെ അല്ലെങ്കിൽ LDF പോലെ മുന്നണി രാഷ്ട്രീയത്തിൽ അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളിന് ഉണ്ടായിരിക്കേണ്ട നിരവധി ക്ഷമ, വിവേകം, പാകത, നിയന്ത്രിക്കാനുള്ള അസാധാരണമായ കഴിവ്, ഇതെല്ലാം പലരിലും വ്യത്യസ്തമായിരിക്കും. കരുണാകരൻ ഒരു പ്രത്യേക ആ വ്യത്യസ്തയൊന്നും ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ മെറിറ്റിലേക്ക് വരുന്നില്ല. വീണ്ടും അതുകൊണ്ടാണോ കരുണാകരൻ്റെ സ്മരണകളെ വീണ്ടും ഒരു പക്ഷേ ആവർത്തിച്ച് വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ടി വരുന്ന ഒരു ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കരുണാകരനെ എത്ര ആഴത്തിൽ ചവിട്ടിയോ അത്രയും ഉയരത്തിലേക്ക് അതിൻ്റെ ഇരട്ടി ഉയരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ തേജസ് സജീവമാവുകയാണ്, ശക്തമാവുകയാണ്, പ്രസക്തമാവുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനെ വളരെ വേദനിപ്പിച്ചവർ ഉണ്ട്. പക്ഷെ ആ വേദനിപ്പിച്ചവരോട് തീർത്താൽ തീരാത്ത പ്രതികാരം അദ്ദേഹം ഉള്ളിൽ സൂക്ഷിച്ചിരുന്നില്ല. അത് പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ മെറിറ്റ് ഉൾക്കൊള്ളുകയും അതിൻ്റെ ഡീമെറിറ്റ് തള്ളിക്കളയുകയും ചെയ്തിരുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതൊക്കെ അവസാനിക്കാത്ത പ്രതികാരമാക്കി മനസ്സിൽ പാകപ്പെടുത്തിയിരുന്ന ഒരു ശീലമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനൊരു 40-ലേറെ വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം വളരെ എൻ്റെ നിലയിൽ വിനീതമായി സഹകരിച്ചിട്ടുള്ള ആളാണ്. ഒരാളിനെ സംഹരിച്ച് ഞാൻ ഉറങ്ങൂ എന്ന മനസ്സ് അദ്ദേഹത്തിനില്ല. അതാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ വീഴ്ച. ഒരു പക്ഷേ അത് ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ അതേ ഘട്ടത്തിലൂടെ വീണ്ടും അതിന് പിൻപറ്റി വന്നവർ ഏത് നിലപാട് സ്വീകരിക്കുന്നത്? എന്തായാലും വളരെ പ്രസക്തമായ ഒരു ചോദ്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രാമചന്ദ്രൻ നായർ, അങ്ങേക്ക് ഒരു പക്ഷേ ആ കാലഘട്ടം ഓർമ്മപ്പെടുത്തിയാൽ ഇന്നിപ്പോൾ വീക്ഷണം എടുത്തു പറയുന്ന മറ്റൊരു സുപ്രധാന കാര്യം, തലയുള്ളപ്പോൾ വാലാടുന്ന രീതി കെ കരുണാകരൻ അനുവദിച്ചിരുന്നില്ല. ഇന്ന് കാലിക പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജേക്കബ് തോമസ് ഉദ്യോഗസ്ഥരടക്കം മറ്റൊരു തരത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഘടകകക്ഷികൾക്കടക്കം തോന്നിയ രീതിയിൽ പ്രസ്താവനകൾ എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ പ്രസ്താവന നടത്താവുന്ന രീതി, ഇങ്ങനെ വാലും ചേലും ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് കെ കരുണാകരനെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത്രത്തോളം പ്രസക്തമായിരുന്നു ആ കാലഘട്ടം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെ കരുണാകരൻ്റെ ശൈലി വേറെ, ഉമ്മൻചാണ്ടിയുടെ ശൈലി വേറെ. പക്ഷെ അങ്ങനെ ശൈലി മാറ്റം വന്നിട്ടും വിനയത്തോട് ഇടപെടുകയാണ്. ആ ശൈലി മാറ്റം എന്നൊരു പക്ഷേ ശ്രീ പീതാംബരക്കുറുപ്പോ അങ്ങോ പറയുമ്പോഴും അത് ഒരു പക്ഷേ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് പോയിരിക്കുന്നു. അത് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? അങ്ങനെ ഒരു ഒഴിവുകേട് അല്ലെങ്കിൽ നമ്മൾ കഴിവുകേട് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ അത്ര പെട്ടെന്ന്? തീർച്ചയായിട്ടും കെ കരുണാകരൻ ഓരോ തവണ മുഖ്യമന്ത്രിയായിരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കാര്യം, കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും ഉന്നതനായ നേതാവ് കരുണാകരനാണ്. കരുണാകരൻ പറയുന്നതിനപ്പുറം അവിടെ യാതൊന്നും ആര് പറഞ്ഞിട്ടും കാര്യമില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോൾ തീർച്ചയായിട്ടും ഹൈക്കമാൻഡിൽ ഉമ്മൻചാണ്ടിയേക്കാൾ സ്വാധീനമുള്ള ആളുകളുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്തു പറയും എന്നുള്ളത് കുറച്ച് ഭയപ്പെട്ട് വേണം ഉമ്മൻചാണ്ടിക്ക് മുമ്പോട്ട് പോകാൻ. മറ്റൊന്ന്, കരുണാകരൻ ഓരോരിക്കൽ മുഖ്യമന്ത്രി ആയപ്പോഴും നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് വന്നത്. ഉമ്മൻചാണ്ടി അകത്ത് വരുന്നത് 1-2 പേരുടെ ഭൂരിപക്ഷത്തിലാണ്. അതിനെ കൊണ്ടു നടക്കണമെങ്കിൽ സർക്കസ് റിംഗ് മാസ്റ്ററുടെ സ്വഭാവം കാണിച്ച് തന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹം അതനുസരിച്ച് സ്വയമേവ തന്നെ വളരെ സോഫ്റ്റായിട്ടൊരാളാണ്. പിന്നെ സിറ്റുവേഷൻ ഇതാണ്, വെറും 2 പേരുടെ മെജോറിറ്റിയിൽ നിൽക്കുകയാണ്. അന്ന് കരുണാകരൻ എതിർത്ത പോലുള്ള നടപടികളിലേക്ക് ഉമ്മൻചാണ്ടി പോയിരുന്നെങ്കിൽ മന്ത്രിസഭ എന്നേ താഴെ വീണാന്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ആ ഒരു പ്രത്യേകത കൊണ്ടാണ് ഈ മന്ത്രിസഭ 5 കൊല്ലം നിലനിൽക്കുന്നത്. താങ്കളിലേക്ക് എത്താം. ശ്രീ സജീവൻ,
ഇന്ന് വീക്ഷണം ഓർമ്മപ്പെടുത്തുന്നത് കാര്യങ്ങളിലേക്ക് വന്നാൽ അതിൽ ഉള്ളറയിലെ രാഷ്ട്രീയം കത്ത് വിവാദം കൊഴുത്തു, കാര്യങ്ങൾ ഏശാതെ പോവുകയോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഇപ്പോഴും അതിൽ ആശയക്കുഴപ്പവും അല്ലെങ്കിൽ കാര്യങ്ങൾ സ്പർശിക്കപ്പെടാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്തായാലും വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗത്തിലൂടെ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അതിലെ രാഷ്ട്രീയം എത്രത്തോളം സങ്കീർണമാണ്, വലുതാണ്. വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അവർ ഉമ്മൻചാണ്ടിയെ നേരിട്ട് ആക്രമിക്കുന്ന രൂപത്തിലൊന്നും എഴുതിയില്ലെങ്കിൽ പോലും വ്യക്തമായിട്ടും ഒരു ഭരണാധികാരി എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെയാണ് ഒരു ഭരണാധികാരി ഭരണം കൊണ്ടുപോകേണ്ടത് എന്നതിന് വ്യക്തമായ സൂചനയാണ് കൊടുക്കുന്നത്. കെ കരുണാകരൻ്റെ കാര്യം നമുക്കറിയാം. കേരളം കണ്ട മുഖ്യമന്ത്രിമാരിൽ പവർഫുൾ ആയിരുന്ന ആളാണ്, തന്ത്രജ്ഞനായിരുന്ന ആളാണ്. എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ പോലും അദ്ദേഹം വിവാദത്തിന് ഉള്ളിൽപ്പെട്ടിട്ട് എന്നെ പിടിച്ചിറക്കിയാലും ഞാൻ ഭരണം കസേര വിടില്ല എന്ന രീതിയിലൊന്നും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് മുൻപിൽ ഉദ്യോഗസ്ഥന്മാർ പോലും വളരെ കൃത്യമായ രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ പോലും ആജ്ഞാനുവർത്തികളായിട്ട് നിന്നിരുന്നൊരു കാലമുണ്ട്. വളരെ പോലീസിലുള്ള ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കരുണാകരൻ എന്ന മുഖ്യമന്ത്രിയുടെ മുമ്പാകെ അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ ഭരണാധിപൻ എന്ന പോലെ ആണ് പലപ്പോഴും പല ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ കണക്കാക്കിയത്. അത്രയും പവർഫുൾ ആയിരുന്നു അദ്ദേഹം. കോൺഗ്രസിൻ്റെ നേതാവ് എന്ന നിലയിൽ നമുക്കൊക്കെ പരിചയമുള്ള കാലം വെച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായിട്ട് പാർട്ടിയെ കൊണ്ടുപോയിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ ചതിച്ചുകൊണ്ട് ഇങ്ങനെ നേതൃമാറ്റത്തിലൊക്കെ വന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ആ ഒരു വളരെ കൃത്യമായ ഒരു ഭരണാധികാരി എങ്ങനെ പെരുമാറണം, അദ്ദേഹം ഈ വിവാദങ്ങൾ മുഴുവൻ ഈ മുഖ്യമന്ത്രിയുടെ തലയിലേക്ക് വരുന്ന ഒരവസ്ഥയുണ്ടാവുകയും എന്നിട്ട് ഞാൻ ഈ കസേര വിടില്ല എന്നൊരവസ്ഥയിൽ നിൽക്കുകയും ചെയ്യലുണ്ടായിരുന്നു. പിന്നീട് ഘടകകക്ഷികളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ കെ കരുണാകരൻ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ മാത്രമല്ല ഭരണത്തിൻ്റെ നേതാവ് എന്ന നിലയിലാണ് അദ്ദേഹം ഓരോ ഘടകകക്ഷിയെയും ഓരോ പാർട്ടിയിലെയും നേതാക്കന്മാരും മന്ത്രിമാരും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന രീതിയിൽ അദ്ദേഹത്തിന് മുമ്പിൽ ഒരാളും അങ്ങനെ അദ്ദേഹത്തെ കവച്ചു വെക്കുന്ന രീതിയിലേക്ക് മാറിയിരുന്നില്ല. തീർച്ചയായിട്ടും വീക്ഷണം ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതൊരു പക്ഷേ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമാകാം, അതൊരു പക്ഷേ കോൺഗ്രസിനകത്തുള്ള മറ്റു പല പ്രശ്നങ്ങളുടെയും ഭാഗമാകാം. പക്ഷേ അതിൽ ഓർമ്മപ്പെടുത്തൽ എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായ ചില സൂചനകൾ നൽകുന്നുണ്ട്. ഒരു പാർട്ടി നേതാവ് എന്ന നിലയിൽ, ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഓരോരുത്തരും എങ്ങനെ പ്രവർത്തിക്കണം. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ഒരു കുത്തായിരിക്കാം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു പാഠമായിട്ടായിരിക്കാം, അതുമല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കും. ഒരു ഭരണം കൊണ്ടുപോകുമ്പോൾ നിരന്തരം പ്രശ്നങ്ങളുണ്ടാവുകയും ആ പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുകയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയേക്കാൾ ഭരിക്കുന്ന സമയത്ത് നട്ടലോട് കൂടിയിട്ട് നിൽക്കുകയും ഏത് പ്രശ്നത്തെയും വളരെ ചിരിച്ച്, കരുണാകരൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കിക്കൊണ്ടാണ് ഓരോ പ്രശ്നങ്ങളും ഡീൽ ചെയ്യുക. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ആ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാൻ അറിയാവുന്ന നേതാക്കന്മാരിൽ, മന്ത്രിമാരിൽ, മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും മികച്ച ആളായിരുന്നു കരുണാകരൻ എന്നതിൽ സംശയമില്ല. ഇത് കോൺഗ്രസ് നേതാക്കന്മാർക്കും കരുണാകരനൊക്കെ മറന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും ഒരു വലിയ ഓർമ്മപ്പെടുത്തലായിരിക്കും. ശ്രീ RS ബാബു, ഒരുപക്ഷെ കരുണാകരൻ ആശ്രിത വത്സലനായിരുന്നു, കാര്യങ്ങൾ അല്ലെങ്കിൽ തന്നോടൊപ്പം നിൽക്കുന്ന ആളുകളെ ഏത് രീതിയും സംരക്ഷിക്കുന്ന ഒരു തരത്തിലേക്ക്. പക്ഷേ ആ ഒരു കാലഘട്ടവും ഇന്ന് ഉമ്മൻചാണ്ടിയിലേക്ക് വരുമ്പോൾ ഉമ്മൻചാണ്ടി കൂടെയുള്ള ആളുകളെ സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ രീതി, ഈ രണ്ട് ഘട്ടങ്ങളെയും താരതമ്യം ചെയ്യുമ്പോൾ വീക്ഷണത്തിൽ എടുത്തു പറയുന്നുണ്ട് ഒരുപക്ഷെ അഴിമതിയോട് ഉള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. പക്ഷേ ഇതേ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ രീതിയിൽ അടിമുടി ഒരുപക്ഷെ എത്രത്തോളം അതിൻ്റെ സങ്കീർണത വർദ്ധിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ താരതമ്യ പഠനത്തിലേക്ക് വന്നാൽ എങ്ങനെ വിലയിരുത്താൻ കഴിയും? പാർട്ടിയിലും പൊതുസമൂഹത്തിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പെരുമാറുന്നത് വളരെ അനീതിയോടുകൂടിയിട്ടാണ്. ആ അനീതിക്കുള്ള നേർ സാക്ഷിയാണ് നമ്മുടെ അടുത്തിരിക്കുന്ന ശ്രീ പീതാംബരക്കുറുപ്പ്. പീതാംബരക്കുറുപ്പിന് കഴിഞ്ഞ തവണ കൊല്ലം പാർലമെൻറ്റ് സീറ്റ് നിഷേധിച്ചു. ആ സീറ്റ് പീതാംബരക്കുറുപ്പിനോട് പോലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സമ്മതം പോലും അറിയാതെ 48 മണിക്കൂറിനുള്ളിൽ രഹസ്യമായിട്ടുള്ള ഏർപ്പാടുകൾ നടത്തി RSPക്ക് കൊടുത്തു. പ്രേമേന്ദ്രന് മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സീറ്റ് കൊടുത്തു. യഥാർത്ഥത്തിൽ ലീഡർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ഒരു വിശ്വാസം തന്നെ ഉണ്ട്. അല്ല, അദ്ദേഹത്തെ അടുത്തിരുത്തിക്കൊണ്ട് തന്നെ എന്തായാലും അവിടെ നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു വിശ്വാസം ആ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ഇന്ന് വീക്ഷണം പറയുന്നത് പോലെ കെ കരുണാകരൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കേവലം പല കോൺഗ്രസ് പ്രവർത്തകരും മനസ്സിൽ ചിന്തിച്ചതുപോലെ അങ്ങും ചിന്തിച്ച് കാണും.
നോ കമൻറ്റ്. അങ്ങ് വന്ന് ചിന്തിച്ച് കാണും. ഇല്ല, പാർട്ടി കെ കരുണാകരൻ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അവസ്ഥ വ്യത്യസ്തമായിരിക്കും. പക്ഷേ എന്നെ പാർലമെൻറ്റ് അംഗമാക്കിയ മുന്നണിയും പാർട്ടിയും ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെയും UDFൻ്റെയും ആവശ്യം പ്രമാണിച്ച് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ പിന്നെ എൻ്റെ പ്രതാപങ്ങൾ ഉദ്ധരിച്ച് ഞാൻ എൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളല്ല. അത് എൻ്റെ വ്യക്തിപരമായ കാര്യം കൂടിയാണത്. അതാണ് അന്നത്തെ സാഹചര്യം. ഈ സാഹോദര്യത്തിന് നന്ദി. പക്ഷേ എൻ്റെ വസ്തുത താങ്കൾ എന്തായാലും ഉള്ളിൽ വെക്കുന്നുണ്ട്, തുറന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം. അതുകൊണ്ടല്ല ഞാൻ അങ്ങനെ ഒന്നും മനസ്സിൽ വെച്ചിട്ടില്ല. എൻ്റെ നേതാക്കന്മാർ എന്നോട് ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ ഏതെങ്കിലും ഒരു അസ്വാസ്ഥ്യം ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. അതുപോലെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഒരു പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം, ഇപ്പോൾ പീതാംബരക്കുറുപ്പിന് സീറ്റ് നിഷേധിച്ചതിന് ശേഷം ഇപ്പോൾ ഇദ്ദേഹത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാക്കാം എന്നുള്ള ആ ഒരു ധാരണയെ ലംഘിച്ചിട്ട് മറ്റൊന്ന് സംഭവിച്ചു. എന്നിട്ടും യഥാർത്ഥത്തിൽ അച്ചടക്കമുള്ള ഒരു പടനായകനായിട്ട് പീതാംബരക്കുറുപ്പ് കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുകയാണ്. ഇതൊക്കെ ഒരു അനീതിയല്ലേ? ഒരുപക്ഷെ കരുണാകരൻ്റെ കാലഘട്ടത്തെ ഈ ഒരു കോൺഗ്രസിൽ പോലും ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് വളരെ പ്രായോഗികമായ, വളരെ തീക്ഷ്ണമായ ഒരു നിലപാടിലേക്ക് ഒരു പക്ഷേ രണ്ടും കൽപ്പിച്ച് പോകുമായിരുന്നു. അങ്ങനെ ഒരു നിലപാട് ഒരുപക്ഷെ ഇപ്പറയുന്ന ഈ കാലിക സമയത്ത് അല്ലെങ്കിൽ സമകാലിക വിഷയങ്ങളിൽ സ്വീകരിക്കപ്പെടുന്നില്ല. അത് വലിയൊരു ദയനീയത അല്ലേ ശ്രീ പീതാംബരക്കുറുപ്പ്? അല്ല, ഈ ആജാതി വിഷയങ്ങൾ എന്നിലേക്ക് വ്യക്തിപരമായ വിഷയം കൂടി ആയതുകൊണ്ട് ഞാനത് ചർച്ച ചെയ്ത് ആസ്വദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുകയും ഞാൻ നിൽക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടത് എൻ്റെ ആത്യന്തികമായ മര്യാദയാണ്. അതിൽ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന ആളല്ല ഞാൻ ഒരിക്കലും ഒരു കാലത്തും. അതാണ് അതിൻ്റെ ഒരു വസ്തുത. അതായത് ഈ കോൺഗ്രസ്, ഉമ്മൻചാണ്ടി നയിക്കുന്ന കോൺഗ്രസും ഉമ്മൻചാണ്ടി നയിക്കുന്ന UDFും ഉമ്മൻചാണ്ടി നയിക്കുന്ന മന്ത്രിസഭയും യഥാർത്ഥത്തിൽ കേരള സമൂഹത്തോട് നീതി പുലർത്തുന്നില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിലെ സാധാരണ പ്രവർത്തകരോട്, അതിലെ സജീവ പ്രവർത്തകരോട്, ആത്മാർത്ഥതയുള്ള അതുകൊണ്ടാണ് ശ്രീ പീതാംബരക്കുറുപ്പ് ആർക്കും കൊട്ടാൻ കഴിയുന്ന ഒരു ചെണ്ട പോലെ, വഴിയിൽ വെച്ചിരിക്കുന്ന ചെണ്ട പോലെ ആയിരിക്കുന്നു, അതുപോലെ ആകാൻ പാടില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ എത്രത്തോളം ഒരുപക്ഷെ ജീർണിച്ച അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, അടിവരയുകയാണ്. അല്ല, സോറി, എന്നെ അങ്ങനെ കൊട്ടാൻ ആരും മുതിർന്നിട്ടില്ല. കൊട്ടിയാൽ തീർച്ചയായിട്ടും അവരുടെ ഉള്ളം കയ്യിലെ തൊലി പൊട്ടിപ്പോകും. പക്ഷെ ഇതുവരെ പൊട്ടിയില്ല. ഞാൻ കൊട്ടാൻ നിന്ന് കൊടുക്കുന്ന ഒരു ഐറ്റം അല്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടി യഥാർത്ഥത്തിൽ ഇന്ന് UDFിനകത്ത് പോലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വഴിയോരത്ത് വെച്ചിരിക്കുന്ന ഒരു ചെണ്ടയാണ്. നാളെ UDFിൻ്റെ ഹൈ പവർ കമ്മിറ്റി കൂടുകയാണ്. നാളെ കൂടാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന സമയം 4 മണിയാണ്. 4 മണിക്ക് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. കേരള കോൺഗ്രസ് പാർട്ടി നാളെ പ്രഖ്യാപിച്ചിരിക്കുന്നു, KM മാണിയുടെ നേതൃത്വത്തിൽ നാളെ 5 മണി വരെ, വൈകുന്നേരം 5 മണി വരെ രാജ്ഭവൻ്റെ മുന്നിൽ അവർ സത്യാഗ്രഹം അനുഷ്ഠിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആവശ്യം അവരുടെ ന്യായമാണ്. കാരണം ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ചരിത്രത്തിൽ ഇതുവരേക്കും ഇല്ലാത്ത രീതിയിൽ റബ്ബറിൻ്റെ വില തകർന്നിരിക്കുന്നു. 90 രൂപ, 92 രൂപയാണ് കിലോയ്ക്ക്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്ന വേളയിൽ 242 രൂപ, 250 രൂപ വരെ റബ്ബറിന് വിലയുണ്ടായിരുന്നു. ഇങ്ങനെ തകർച്ച 10 ലക്ഷത്തോളം റബ്ബർ കർഷകർ ഇവിടെ കണ്ണീര് കുടിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലാണ്. പക്ഷേ അതിനകത്ത് വരേണ്ടുന്ന ഒരു കാര്യം, എങ്ങനെയാണ് UDF മീറ്റിംഗ് 4 മണിക്ക് വെച്ചപ്പോൾ മാണി പറയുന്നു ഞങ്ങളുടെ സത്യാഗ്രഹം 5 മണി വരെ കൂടണമെന്നുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടി 5 മണി വരെ കാത്തിരിക്കണം. ആ അവസ്ഥയിലേക്ക് അവിടെയാണ് ഒരു പക്ഷേ ഓർമ്മപ്പെടുത്തുന്ന ഘടകകക്ഷികൾ പോലും കൊട്ടാൻ പറ്റുന്ന രീതിയിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചിരിക്കുന്നു. കോൺഗ്രസിൽ കരുണാകരൻ നയിച്ച സമയത്ത് അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു താരതമ്യ പഠനമാണ് ഒരു പക്ഷേ പീതാംബരക്കുറുപ്പ് വളരെ പ്രസക്തമാകുന്നത്. തീർച്ചയായിട്ടും ഞാൻ അവിടെ ശ്രീ സജീവൻ, അവിടെയാണ് സാമുദായിക സന്തുലിതാവസ്ഥയിലേക്ക് ഒരു പക്ഷേ പരാമർശിക്കപ്പെടുന്ന വലിയൊരു ഘടകം ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ ചെന്നിത്തല ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ച അതേ കാര്യം അത് വീണ്ടും ആവർത്തിക്കുകയാണ് ഒരു പക്ഷേ മുഖപ്രസംഗത്തിൽ. അവിടെ പറഞ്ഞ ന്യൂനപക്ഷ അമിത പ്രീണനം അതെങ്ങനെ തിരിച്ചടിയായി, അതിനെ ഓർമ്മപ്പെടുത്തുന്നത് കരുണാകരൻ എടുത്ത നയങ്ങളിലൂടെയാണ്. അതിൻ്റെ പ്രസക്തി എങ്ങനെയാണ്? കരുണാകരൻ്റെ സമയത്ത് ഈ ന്യൂനപക്ഷ പ്രീണനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കരുണാകരൻ അറിയാം ഓരോ സമുദായത്തെയും എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന്.
അദ്ദേഹം മറ്റുള്ള ആളുകളുടെ സഹായം തേടില്ല. NSSനെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് തൻ്റെ പരിധിയിൽ നിർത്തിക്കൊണ്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് നേരിട്ട് പണിക്കരുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് അദ്ദേഹം ഉണ്ടാവുക. അല്ലാതെ മറ്റുള്ള ആളുകളുടെ ഇടനിലക്കാരുടെ ആവശ്യം കരുണാകരൻ ഉണ്ടായിരുന്നില്ല. നാരായണ പണിക്കരുമായിട്ട് കരുണാകരൻ കാര്യങ്ങൾ ഡീൽ ചെയ്യും. അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ NSSൻ്റെ ആവശ്യങ്ങൾ അവർക്ക് പലതും കൊടുക്കാമെന്ന് പറയും, കൊടുക്കണമെന്നില്ല. അതേ സമയത്തിന് SNDP യോഗത്തിനെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് നിലപാട് അവരെയൊക്കെ ഓരോരുത്തരെയും ഒരു പ്രത്യേക അകലത്തിൽ നിർത്താനും അതേസമയം തന്നെ അവരെ അകറ്റി നിർത്താതിരിക്കാനും ഈ രണ്ടുമുണ്ട്. ആ അകലം എന്ന് പറയുന്നത് ദൂരെ കളയലുമല്ല, വല്ലാതെ അടുപ്പിക്കലുമല്ല. അത് കരുണാകരൻ അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിരിയിലൂടെ അദ്ദേഹം ശത്രുക്കൾ ഉണ്ടാക്കുകയല്ല ചെയ്യുക, അദ്ദേഹം ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷേ ആ ചിരി പലപ്പോഴും കണ്ണിറുക്കിയുള്ള ചിരിയിലൂടെ ഒരു സൗജന്യം ചെയ്തു കൊടുക്കില്ല. അതേപോലെ ന്യൂനപക്ഷങ്ങൾ, പക്ഷേ ആ ചിരി ഉമ്മൻചാണ്ടിയിലേക്ക് വരുമ്പോൾ ഏകപക്ഷീയമായി പോകുന്നു. അല്ല, ഉമ്മൻചാണ്ടിയിലേക്ക് വരുമ്പോൾ അതാണ് ഉമ്മൻചാണ്ടി നടപ്പാക്കുന്ന ഒരു പക്ഷേ കരുണാകരൻ കാണിച്ച അത്രയും ന്യൂനപക്ഷ പ്രീണനമൊന്നും ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ആരോടും. പക്ഷേ ഉമ്മൻചാണ്ടി കാണിക്കുമ്പോൾ അത് കടുംപിടുത്തമായിട്ട് തോന്നുന്നു. അപ്പം ഈ ലീഗിൻ്റെ 5ാം മന്ത്രിസ്ഥാനം അത് കൊടുക്കുന്ന രീതിയിൽ കരുണാകരൻ ഇതേ കാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ തന്ത്രപരമായിട്ട് ചെയ്യും. ഉമ്മൻചാണ്ടി ചെയ്യുമ്പോൾ മറ്റൊന്നാവും. ഉമ്മൻചാണ്ടി തന്നെ ഈ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു സാമുദായികതയോ അല്ലെങ്കിൽ താല്പര്യങ്ങളോ ഗ്രൂപ്പിസമോ ഒക്കെ കാണാൻ പറ്റും. അതിന് പകരം കരുണാകരൻ്റെ ആ രീതി ഉണ്ടല്ലോ, മറ്റുള്ള ഗ്രൂപ്പിനെയും പിണക്കാതെ തന്നെ ഒപ്പം നിർത്തുക, പക്ഷേ തൻ്റെ അധീശത്വം നിലനിർത്തുക. അതാണ് വീക്ഷണം പറയുന്നത് കരുണാകരൻ്റെ തന്ത്രം. ആ തന്ത്രം ഇവിടെ നടപ്പാവുന്നില്ല. ഇപ്പോഴും ഉള്ള ഈ മന്ത്രിസഭ വന്നതിന് ശേഷമുള്ള ഈ 4.5 കൊല്ലത്തിനിടയിൽ ഉണ്ടായ ഓരോ കാര്യവും എടുത്തു നോക്കൂ. അതൊക്കെ എന്തെങ്കിലും തരത്തിൽ ആരോപണ വിധേയനായിട്ട് വരുന്ന മുഖ്യമന്ത്രിയാണ്. മറ്റ് ഘട്ടങ്ങളിലൊക്കെ അങ്ങനെയല്ല, മുഖ്യമന്ത്രി ഈ പ്രശ്നം പരിഹരിക്കുന്ന ഒരാളായിട്ട് മാറുമായിരുന്നു. ഇതിപ്പോൾ ഓരോ പ്രശ്നത്തിലും, ഈ സോളാർ പ്രശ്നം വന്നാലും ബാർക്കോഴ പ്രശ്നം വന്നാലും മാണിയിലൂടെ കടന്നു വന്ന് ബാബുവിലൂടെ കടന്നു വന്ന അവസാനം മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നൊരവസ്ഥ വരും. സോളാറിൻ്റെ കാര്യം ഇങ്ങനെ കടന്നു വന്ന് മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നൊരവസ്ഥ വരും. തീർച്ചയായും അത് വളരെ പ്രസക്തമാണ്. ഘടകകക്ഷികളുടെ പിടിവാശിക്ക് മുന്നിൽ പോലും വഴങ്ങേണ്ടി വരുന്ന ഉമ്മൻചാണ്ടിയെ താരതമ്യം ചെയ്യപ്പെടുന്നത് ഒരുപക്ഷെ കരുണാകരൻ്റെ അന്നത്തെ വളരെ ദൈക്ഷണികമായ ഒരുപക്ഷെ നിലപാടുകൾ അത് ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. ശ്രീരാമചന്ദ്രൻ നായർ, ഒരുപക്ഷെ അഴിമതിയുടെ ഘടകങ്ങൾ ഇന്നും ഓർമ്മപ്പെടുത്തുന്ന അല്ലെങ്കിൽ സമകാലിക വിഷയമാണത്. അവിടെയൊക്കെ തന്നെ കരുണാകരൻ്റെ കാലത്തെ ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരം ഘട്ടങ്ങളിൽ കരുണാകരനെതിരെ ആരോപണങ്ങൾ ഒട്ടനവധി ഒരുപക്ഷെ വന്നിട്ടുണ്ടാവും. അതിനെയൊക്കെ തന്നെ നിയമപരമായ ധാർമ്മികതയോടുകൂടി തന്നെ ഏറ്റെടുത്ത് മാറി നിന്ന് അത്തരം ഘട്ടങ്ങളെ നേരിട്ട പാരമ്പര്യം. പക്ഷേ അതിനെ പിൻപറ്റി വന്ന നേതാക്കൾക്കോ ഇന്ന് ചുക്കാൻ പിടിക്കുന്ന നേതാക്കൾക്കോ എന്തുകൊണ്ട് അത് പിന്തുടരാൻ കഴിയാതെ പോയി? അത് വലിയൊരു പ്രസക്തമായൊരു ചോദ്യമല്ലേ ഇന്നത്തെ സാഹചര്യത്തിൽ? അഴിമതിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, എല്ലാ മന്ത്രിസഭയുടെ കാലത്തും അഴിമതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് മൂടി വെച്ച കാലങ്ങളുണ്ട്, അത് കുറച്ചുകൂടെ പുറത്തു വന്ന കാലമുണ്ട്. ഞാൻ ഒരു 35 വർഷം സർക്കാരിൽ പ്രവൃത്തിയെടുത്ത ആൾ എന്നുള്ള ആ ഒരു പശ്ചാത്തലം വെച്ച് ഞാൻ പറയാണ്, അഴിമതി എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. കരുണാകരൻ്റെ കാലത്ത് അഴിമതി കുറവായിരുന്നു, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അഴിമതി കൂടുതലാണ് എന്ന് ആര് പറഞ്ഞാലും എനിക്കതിനോട് യോജിപ്പില്ല. പക്ഷേ ധാർമ്മികമായി കാണിക്കേണ്ട ചില മര്യാദകൾ, ന്യൂനപക്ഷങ്ങൾക്ക് ആ മര്യാദകളിലേക്കാണ് ഒരു പക്ഷേ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ധാർമ്മികമായി കാണിക്കേണ്ട മര്യാദകൾ. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറയട്ടെ. ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ഉമ്മൻചാണ്ടി കീഴടങ്ങി കൊടുക്കുന്നു എന്ന് പറയുന്നു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നത്തെ UDFലെ MLA-മാർ അധികവും മുസ്ലിം ക്രിസ്ത്യൻ MLA-മാരാണ്. ഹിന്ദുക്കളിൽ ഈഴവ സമുദായം, വളരെ വലിയ സമുദായത്തിന് 3 MLA-മാരാണ് UDFിലുള്ളത്, ബാക്കി എല്ലാവരും LDFിലാണ്. അങ്ങനെ ഇരിക്കുന്ന മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും പിന്തുണ കൊണ്ട് നിലനിൽക്കുന്ന ഒരു ഗവൺമെൻറ് കുറേയൊക്കെ അവരുടെ താല്പര്യങ്ങൾക്ക് കീഴടങ്ങി കൊടുക്കേണ്ടി വരും. ഉമ്മൻചാണ്ടിയല്ല, കരുണാകരൻ ഇരുന്നാലും ഇത് ചെയ്യേണ്ടി വരുമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞുണ്ടാക്കുന്ന കോലാഹലങ്ങൾ 90% അദ്ദേഹം ഈ മന്ത്രിസഭ 5 കൊല്ലം കൊണ്ട് എത്തിച്ചതിലുള്ള അസൂയ കൊണ്ടും വിഷമം കൊണ്ടും ആളുകൾ പറയുന്നതാണ്. 2 കൊല്ലത്തിനകം മന്ത്രിസഭ താഴെ വീഴും എന്ന് എല്ലാവരും 2011 പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കറിയാം. പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ വ്യക്തിത്വം കൊണ്ടാണ് ഇത് 2016 വരെ പോകുന്നത്.
അതിന് വളരെ ചെറിയ ഒരു ഭൂരിപക്ഷത്തിൽ വന്ന ഒരു മന്ത്രിസഭ എന്നുള്ള നിലയ്ക്ക് ഉമ്മൻചാണ്ടിയെപ്പോലെ വളരെയധികം സഹനശീലവും ക്ഷമയും അത്യാവശ്യം കീഴടങ്ങലുമുള്ള ഒരു മുഖ്യമന്ത്രിക്ക് അല്ലാതെ കൊണ്ടെത്തിക്കാൻ സാധിക്കില്ല. ഞാൻ താങ്കളിലേക്ക് ശ്രീ RS ബാബു, അവിടെ ഒരു പക്ഷേ അങ്ങനെ ഒരു ഘട്ടത്തിലൂടെയൊക്കെ ഒരു പക്ഷേ കെ കരുണാകരൻ്റെ പ്രസക്തി വീണ്ടും അവിടെയാണ് അടിവരയിടപ്പെടേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ചില വിട്ടുവീഴ്ച മനോഭാവം ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്നും നടത്തിയ ഘട്ടങ്ങൾ പലതായിരുന്നല്ലോ ഈ അഴിമതി എന്ന വിഷയത്തിലേക്ക് ഒരു പക്ഷേ സർക്കാരിനെ ഇത്രത്തോളം കൊണ്ടെത്തിച്ചതിൻ്റെ ഘടകം. രാമേന്ദ്രൻ നായർ പറഞ്ഞ ആ വാദഗതികളെ താങ്കൾ എങ്ങനെ കാണും? രാമേന്ദ്രൻ സാറും ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. രാമേന്ദ്രൻ സാർ പക്ഷേ സാറിനൊരു പ്രത്യേക നിലപാടുകളെല്ലാം ഉള്ള ഒരു കവിയാണ്, മുൻ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ ഇത്രമാത്രം പ്രശംസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ തൊഗാഡിയായും കുമ്മനം രാജശേഖരനുമെല്ലാം അവരുടെ ശബ്ദമാണ് ഇദ്ദേഹത്തിലൂടെ ഞാൻ യഥാർത്ഥത്തിൽ ശ്രവിക്കുന്നത്. കാരണം ഇവിടെ യഥാർത്ഥത്തിൽ ഭീഷണ ഇത്തരം ഒരു മുഖപ്രസംഗം എഴുതാൻ തന്നെ നിദാനമായത് ഇവിടെ നമുക്ക് ആവശ്യം യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ ഒരു വീക്ഷണം പോലും തിരിച്ചറിയുന്ന ഘടകങ്ങൾ രാമേന്ദ്രൻ നായർ സാറിനെ പോലെയുള്ള ആളുകൾ തിരിച്ചറിയുന്നില്ല എന്നൊരു പക്ഷേ ഒരു കഥ. അതായത് ജനാധിപത്യത്തിൻ്റെ ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു പുലരിയാണ് നമുക്ക് ആവശ്യം. പക്ഷേ ഇവിടെ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ അതേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ നിശ്ചയിച്ചിരിക്കുന്നു. ഇതുവരയ്ക്കും കോൺഗ്രസിൻ്റെ കെ കരുണാകരൻ വർഗീയതയൊക്കെ പ്രീണിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും വർഗീയതയെ തൻ്റെ ചുമലിൽ കയറിയിരിക്കുന്നതിന് അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. NSSൻ്റെ ജനറൽ സെക്രട്ടറിയെ കാണും, വിളിക്കും, ടെലിഫോൺ വിളിക്കും, അദ്ദേഹത്തെ വന്ന് കാണും. SNDPയുടെ ജനറൽ സെക്രട്ടറി ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവില്ല. കരുണാകരൻ ഒന്ന് ഫോൺ ചെയ്താൽ തന്നെ വന്ന് കാണും. അങ്ങനെയൊക്കെയുള്ള കരുണാകരൻ. പിന്നെ രാമേന്ദ്രൻ സാറ് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു എന്താ ഈ പിന്നെ ഭൂരിപക്ഷത്തിൻ്റെ കുറവ്. കരുണാകരൻ കാസ്റ്റിംഗ് മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്. പക്ഷേ കരുണാകരൻ്റെ വാക്കാണ്. ഇവിടെ ഉമ്മൻചാണ്ടിക്ക് ശബ്ദമില്ലാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ ഭരണ ശൈലിയാണ്. ഈ ശൈലിയുടെ പ്രത്യാഘാതമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ നിശ്ചയിച്ചു. കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഈ മന്ത്രിസഭയിൽ ഒരാളെ മന്ത്രിയാക്കിയിരിക്കുന്നത് ഞാനാണ്, അദ്ദേഹത്തിന് റവന്യൂ വകുപ്പ് കൊടുത്തിരിക്കുന്നത് ഞാനാണ്. മറ്റൊരു സമുദായ നേതാവ് പറയുന്നു മറ്റൊരു മന്ത്രി എൻ്റേതാണ്. ഇങ്ങനെ പറയാനുള്ള ഒരു അവസരം യഥാർത്ഥത്തിൽ കെ കരുണാകരൻ ഭരിച്ചപ്പോൾ ഉണ്ടായിട്ടില്ല. അവിടെ ഒരു പക്ഷേ ശ്രീ പീതാംബരക്കുറുപ്പിന് കൂടുതൽ കാര്യങ്ങൾ എന്തായാലും പറയാനുണ്ടാകും. ശ്രീ പീതാംബരക്കുറുപ്പ്, ഈ കെ കരുണാകരൻ്റെ കാര്യത്തിൽ ധാർമ്മികതയുടെ അംശം പറയുമ്പോൾ മറ്റൊരു ഇടപെടൽ, ഈ പറയുന്ന കരുണാകരനെ പാതിവഴിയിലൊക്കെ കുത്തി എന്നൊക്കെ തന്നെ വിമർശിക്കപ്പെടുന്ന ആളുകളിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ മറ്റൊരു ധാർമ്മികതയെ മറ്റൊരു കാഴ്ചപ്പാടുകൂടി കാണുന്നു. ഈ രണ്ട് വൈരുദ്ധ്യം പ്രസക്തമാണോ? അല്ല, കെ കരുണാകരൻ അങ്ങനെ ആരെയും പറ്റി ആവലാതി പറയുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നില്ല. അദ്ദേഹത്തെ വിമർശിച്ചത് കൊണ്ട് ഒരാൾ നിഷിദ്ധനാണ് എന്ന് അദ്ദേഹം സങ്കല്പിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആർക്കും വിമർശിക്കാം, ആകട്ടെ, ഞാനുണ്ട്, എനിക്കറിയാം, നേരിടാൻ കഴിയുന്ന ബദ്ധസജ്ജനായ ഒരു യോദ്ധാവായിരുന്നു അദ്ദേഹം. അതിൽ അദ്ദേഹം ഒരു ദിവസം പോലും ഭയക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഈ അഴിമതിയുടെ ഘടകങ്ങൾ അല്ലെങ്കിൽ ആ സമയങ്ങളിലൊക്കെ അഴിമതിയൊക്കെ ആരോപണങ്ങളാണ്. ഒരുപക്ഷെ ആരോപണങ്ങളിലേക്ക് വന്നാൽ മാറി നിന്ന് ഒരുപക്ഷെ അതിനെ സധൈര്യം നേരിട്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ. അദ്ദേഹത്തിന്റെ നേരെ അഴിമതി ആരോപണം നടത്തിയ ഒരാളെക്കുറിച്ചും അദ്ദേഹം നിഷിദ്ധമായി വർത്തമാനം പറഞ്ഞിട്ടില്ല. പക്ഷേ അവര് നിയമത്തിന്റെ തലത്തിലേക്ക് പോകാനുള്ള ഒരു പക്ഷേ അവസരം അദ്ദേഹം ഒരുക്കുമായിരുന്നു. അത് അദ്ദേഹം സ്വീകരിച്ച് മാതൃക കാണിച്ച ഒരു ചരിത്രം കൂടി ഉണ്ട്. അല്ല, ഒരു ഭരണാധികാരിയാണ് കെ കരുണാകരൻ, അഥവാ രാഷ്ട്രീയ നേതാവാണ് കരുണാകരൻ. രണ്ട് തലത്തിലും അദ്ദേഹം സായുധനായിരുന്നു. അയ്യോ എന്നെ കൊല്ലുന്നേ എന്ന് അദ്ദേഹം ഒരിക്കലും വിളിച്ചിട്ടില്ല. വാ കൊല്ലാം വാ എന്ന് അദ്ദേഹം വിളിക്കുന്ന തന്റേടമായിരുന്നു കരുണാകരന്റെ. ഉമ്മൻചാണ്ടിക്ക് ഇല്ലാതെ പോകുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ നൂറ്റാണ്ടിൽ, ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ ചേരുന്ന ഒരു ടീമുണ്ടല്ലോ. ആരൊക്കെ വിമർശിച്ചാലും ആ ടീമിന്റെ ഒരു കരുത്ത് കൊണ്ട് ഈ മന്ത്രിസഭ കാലാവധി പൂർത്തിയാക്കുകയും
ഇനിയും അവർക്ക് മുന്നോട്ട് പോകാൻ വഴി ഒരുക്കുകയും ചെയ്യുന്ന വണ്ണം അവർ കാര്യങ്ങൾ സംസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പട്ടുമത്തയിൽ കിടത്തി ഇവരെ താരാട്ടാൻ അതിന്റെ ഇടയ്ക്ക് ഉമ്മൻചാണ്ടി ഇതുകൂടെ ഒന്ന് വായിച്ചു നോക്കണമെന്നുള്ള ഒരു പക്ഷേ അർത്ഥത്തോടു കൂടിയാണ് വീക്ഷണം. ഇത് കെ കരുണാകരനെ ആദരിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്ന ഈ സന്ദർഭത്തിന് ഉചിതമായ ഒരു എഴുത്താണ്. ഇത് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്കുള്ള വിശിഷ്ടമായ സതുദ്ദേശ പ്രേരിതമായ ഒരു മംഗളപത്രമാണ്. ഇത് മറ്റാരെയെങ്കിലും കല്ലെറിയാൻ വേണ്ടിയല്ല, ഇത് കല്ലെറിയുവാനും ആക്ഷേപിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടല്ല. കേരളത്തിലെ ഒരു വളർന്നു വരുന്ന ദിനപത്രം, കോൺഗ്രസിൻ്റെ മുഖപത്രം, കരുണാകരനെ പോലെ ആദരണീയനായ ഒരു വ്യക്തിയെ മാല്യങ്ങൾ ചാർത്തി ആദരിക്കുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ശ്രീ സജീവൻ, അപ്പോൾ വളരെ ചുരുക്കി, കാരണം ഇതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി വർദ്ധിക്കുന്നുണ്ടോ? കാരണം എന്തായാലും വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന സ്ഥിതിക്ക് ഇനി 3-4 മാസമേ ഉള്ളൂ. അവസാന ഘട്ടത്തിൽ പുറത്തെടുത്തിരിക്കുന്ന ആയുധങ്ങളിൽ ഒന്നുപോലെ എങ്ങനെ കാണാം അവസാനം 30 സെക്കൻഡിൽ? അല്ല, വീക്ഷണത്തിൻ്റെയും മുഖപ്രസംഗത്തിനൊക്കെ അപ്പുറത്ത് പീതാംബരക്കുറിപ്പ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇവിടെ രമേശ് ചെന്നിത്തലയുടെ പേരിൽ എഴുതിയില്ല എന്നൊക്കെ പറയുന്ന കത്തുണ്ടല്ലോ. ആ കത്ത് വന്ന സമയത്ത് ആ രമേശ് എഴുതിയതല്ല എന്ന് പറയുന്ന നേതാക്കന്മാർ പോലും പറഞ്ഞ് ഞങ്ങൾ ഇക്കാര്യം കത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ KPCC യോഗത്തിൽ ചർച്ച ചെയ്തതാണ്, ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായ അഭിപ്രായം ഇതാണ്. എന്നാലും രമേശ് ചെന്നിത്തല എഴുതിയതല്ല ഈ കത്ത് എന്നാണ്. അപ്പോൾ കുറേ ആൾ ഈ ആരോപണങ്ങളൊക്കെ വിശ്വസിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. നമ്മളല്ലല്ലോ, ഞാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്നത്. ഞങ്ങളിത് വിശ്വസിക്കുന്നു, ഞങ്ങളിത് ചർച്ച ചെയ്യുന്നുണ്ട്, ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്, ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളൊന്നും തെറ്റുള്ളതല്ല എന്ന് അവർ തന്നെ പറയുന്നു. അപ്പോൾ പിന്നെ ഈ പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? വളരെ വ്യക്തമാണ് ചർച്ചയിൽ പ്രതികരിച്ച സജീവൻ. ഒപ്പം തന്നെ രാമചന്ദ്രൻ നായർ, മുൻ ചീഫ് സെക്രട്ടറി, ഒപ്പം പീതാംബരക്കുറുപ്പ് കോൺഗ്രസ് നേതാവ്, RS ബാബു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചർച്ചയിൽ പങ്കെടുത്തത്. കെ കരുണാകരനെ പ്രകീർത്തിച്ച് വീരചരിതങ്ങളെ മുൻനിർത്തി ഓർമ്മിപ്പിച്ച് വീക്ഷണം നടത്തിയ മുഖപ്രസംഗം, ഒപ്പം തന്നെ അതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി, ഉമ്മൻചാണ്ടിയിലേക്ക് പരോക്ഷമായി ആരോപണ ശരങ്ങൾ എയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.